കഴിഞ്ഞ 9 വർഷക്കാലം കൊണ്ട് ആഭ്യന്തര രംഗത്ത് കേരളത്തിൽ ക്ഷീരോത്പാദക രംഗത്ത് വലിയ മുന്നേറ്റമാണുണ്ടായതെന്ന് ക്ഷീരമൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി. സിപിഐയുടെ ജനശതാബ്ദി ആഘോഷത്തിന്റെയും ഓഗസ്റ്റ് 3, 4, 5 തീയതികളിലായി പരപ്പനങ്ങാടിയിൽ നടക്കുന്ന ജില്ലാ സമ്മേളനത്തിന്റെയും ഭാഗമായി സിപിഐ കൊണ്ടോട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഴയൂരിലെ കാരാടിൽ വെച്ച് നടന്ന സൗഹൃദ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ഞങ്ങളുടെ മൃഗസംരക്ഷണ ക്ഷീരവികസന മേഖല പാലുൽപാദന രംഗത്ത് കേരളത്തിൽ ആഭ്യന്തര ഉൽപാദനം ഇന്ന് വളരെ കൂടുതലാണ്. നിങ്ങളുടെ ഈ ജില്ലകളൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പാല് കിട്ടുന്ന മേഖലയായിട്ട് നമ്മുടെ ഈ മേഖല ഇന്ന് പാലക്കാട് ഉൾപ്പെടെയുള്ള ഈ മേഖല മാറിയിട്ടുണ്ട് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുവാൻ നമുക്ക് കഴിയും. ഇന്ന് നമ്മുടെ വയനാട് ജില്ല നമുക്കറിയാം, അവിടെ ഇത്രയും വലിയൊരു ദുരന്തമുണ്ടായിട്ട് പോലും ആ വയനാട് ജില്ലയാണ് കേരളത്തിൽ ഒന്നാമത് പാലുൽപാദനത്തിന് നിൽക്കുന്നത്. ഒരു ദിവസം 2 ലക്ഷത്തോളം പാല് നമുക്ക് അവിടെ നിന്ന് കളക്ട് ചെയ്യുവാൻ കഴിയുന്നു എന്നുള്ളതാണ്. ആ ദുരന്തം അവിടെ ഉണ്ടായപ്പോൾ ഒട്ടേറെ ക്ഷീരകർഷകർ മരണപ്പെടുന്നു. അവരുടെ തൊഴുത്തുകൾ, പശുവിനെ കെട്ടുന്ന തൊഴുത്തുകൾ ഉൾപ്പെടെ ഒലിച്ചു പോകുന്ന ഒരവസ്ഥ ഉണ്ടായപ്പോഴും അവരെയൊക്കെ സഹായിക്കുവാൻ ഓടിയെത്തിയ ഒരു ഗവൺമെന്റും ഒരു വകുപ്പും മൃഗസംരക്ഷണ മേഖലയിലുണ്ട്. കേരളത്തിലെ ഗവൺമെന്റ് തന്നെ അവിടുത്തെ 2 വാർഡുകളിലായിട്ട് ഇത്രയധികം 400-ലധികം ആൾക്കാർ മരണപ്പെട്ടു. അവരെയൊക്കെ സഹായിക്കുവാൻ, അവർക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുക്കുവാൻ ഈ ഗവൺമെന്റ് ഓടിയെത്തിയത് നിങ്ങൾ കണ്ടു. പോരാട്ടങ്ങളുടെ 100 എന്ന വിഷയത്തിൽ മുൻ മന്ത്രിയും സംസ്ഥാന കൌൺസിൽ അംഗവുമായ VS സുനിൽകുമാർ പ്രഭാഷണം നടത്തി. 89-92 ആകുമ്പോഴേക്കും 2 സീറ്റ് മാത്രമുണ്ടായിരുന്ന BJP UP ഭരണം പിടിച്ചു. പിന്നെ ഓരോ സ്റ്റേറ്റുകളായി പിടിച്ചു. എല്ലാ സ്റ്റേറ്റുകളും പിടിച്ചത് കോൺഗ്രസിന്റെ സ്റ്റേറ്റുകളാണ്. മതേതര അടിത്തറയിൽ ഇന്ത്യ മുന്നോട്ട് പോകുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും ജനാധിപത്യ പാർട്ടികൾക്കും പങ്കുണ്ടായിരുന്നു. എന്നാൽ ഹിന്ദുത്വ രാഷ്ട്രീയം, ഫാസിസ്റ്റ് രാഷ്ട്രീയം വിത്തുപാകി മുളയ്ക്കുമ്പോൾ അതിന് വളവും സാഹചര്യങ്ങളും എല്ലാം ഒരുക്കി കൊടുക്കാൻ കോൺഗ്രസിന്റെ ഗാന്ധിജി നെഹ്റു നയങ്ങൾക്ക് വിരുദ്ധമായി അധികാര രാഷ്ട്രീയത്തിന് വേണ്ടി മതേതരത്വത്തെ മറന്നുകൊണ്ട് മൃദു ഹിന്ദു സമീപനം സ്വീകരിച്ചവന്റെ തിക്തഫലമാണ് ഇന്ന് നാം എത്തി നിൽക്കുന്ന ഫാസിസ്റ്റ് അധികാരാരോഹണത്തിലേക്ക് വന്നു ചേർന്ന് നിൽക്കുന്നു. സൗഹൃദ സംഗമത്തിന്റെ ഭാഗമായി കൊണ്ടോട്ടിയിലെ മുൻകാല പാർട്ടി പ്രവർത്തകരെയും മൺമറഞ്ഞുപോയ പാർട്ടി നേതാക്കളുടെ കുടുംബങ്ങളെയും ആദരിക്കുന്ന പോരാളികൾക്ക് ആദരം എന്ന പരിപാടി സിപിഐ മലപ്പുറം ജില്ലാ സെക്രട്ടറി PK കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. സിപിഐ സംസ്ഥാന കൌൺസിൽ അംഗം ഇരുമ്പൻ സേതലവി, ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ OK അയ്യപ്പൻ, P മൈമുന, LDF കൺവീനർ പുലത്ത് കുഞ്ഞു, അഡ്വക്കേറ്റ് KK സമദ്, PM വാസുദേവൻ മാസ്റ്റർ, AK അനീഷ്, അസ്ലാം ഷെർഖാൻ, KP അസീസ് ബാബ, CP നിസാർ എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി കൺവീനർ TP പൃഥ്വിരാജ് സ്വാഗതവും സംഘാടക സമിതി ട്രഷറർ KC തുളസിദാസൻ നന്ദിയും പറഞ്ഞു.